നമസ്കാരം. എല്ലാവർക്കും രാമായണം കുട്ടികൾക്ക് എന്ന പഠന ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. രാമായണത്തിലെ പ്രഥമ അധ്യായമായ ബാലകാണ്ഡം വളരെ ലളിതമായി തന്നെ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നാം ദ്വിതീയ അധ്യായമായ അയോധ്യാകാന്ഡം ആരംഭിക്കുകയാണ്. തൻ്റെ പ്രിയപുത്രന്മാരുടെ വിവാഹശേഷം ദശരഥനും അയോധ്യ ആകമാനവും ഉത്സവ തിമിർപ്പിലാണ്. സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഐശ്വര്യവും രാജ്യത്താകമാനം നിറഞ്ഞു നിന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നാരദ മഹർഷി ശ്രീരാമചന്ദ്രനെ കാണുന്നതിനായി അയോധ്യയിലെത്തി. ശ്രീരാമചന്ദ്രൻ ആരാണെന്നും അവതാര ഉദ്ദേശം എന്താണെന്നുമുള്ള ആത്മജ്ഞാനം നൽകി. അതിനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം വിടവാങ്ങി. ദശരഥൻ ശ്രീരാമനെ രാജാവായി വാഴിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. വസിഷ്ഠ മഹർഷിയുടെ ഉപദേശാനുസരണം ദശരഥൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അയോധ്യ ആകമാനം ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകത്തിനായി തയ്യാറെടുത്തു. കൊട്ടാരത്തിൽ രാമ അഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന സമയത്താണ് കൈകേയിയുടെ തോഴിയായ മന്ധരയുടെ ദുർബുദ്ധി ഉണർന്നത്. അവൾ രാമനെ രാജാവാക്കുന്നതിൽ അതീവ സന്തുഷ്ടിയായിരുന്ന കൈകേയിയുടെ മനസ്സിൽ ദുശ്ചിന്തകൾ കുത്തിനിറച്ചു. രാമനല്ല രാജാവാകേണ്ടത്. രാമൻ രാജാവായാൽ നിന്റെ സ്ഥാനം കൊട്ടാരത്തിന് പുറത്തായിരിക്കും. അതുകൊണ്ട് നിന്റെ പുത്രനായ ഭരതനെ രാജാവാക്കാൻ നീ ദശരഥ മഹാരാജാവിനെ അറിയിക്കുന്നതാണ് ഉചിതമെന്ന മന്ധരയുടെ വാക്കുകൾ കേട്ട കൈകേയിക്ക് മനംമാറ്റമുണ്ടാകാൻ തുടങ്ങി. തുടർന്ന് കൈകേയി ദശരഥനെ കണ്ട് തൻ്റെ പുത്രനെ രാജാവാക്കണമെന്നും രാമനെ വനവാസത്തിനയക്കണമെന്നും അറിയിച്ചു. എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരും എന്ന് ദശരഥനെ കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ച ശേഷമാണ് അവൾ തൻ്റെ ആഗ്രഹം അറിയിച്ചത്. അതിനാൽ അദ്ദേഹം ആകെ ധർമ്മസങ്കടത്തിലായി. പക്ഷേ വിവരമറിഞ്ഞ ശ്രീരാമൻ കൈകേയി മാതാവിൻ്റെ ആഗ്രഹം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. ദശരഥനും കൗസല്യയ്ക്കും സുമിത്രയ്ക്കും ഭരതനെ രാജാവാക്കാൻ പൂർണ്ണ സമ്മതമായിരുന്നു. പക്ഷേ രാമൻ വനത്തിൽ പോകണം എന്ന ആവശ്യം ഒഴിവാക്കണമേ എന്ന് കേണപേക്ഷിച്ചിട്ടും കൈകേയി പിന്മാറിയില്ല. ഈ ഭാഗമാണ് രാമാഭിഷേക വിഘ്നം. കൈകേയി മാതാവിൻ്റെ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ അതീവ ദേഷ്യം പ്രകടിപ്പിച്ച ആളായിരുന്നു ലക്ഷ്മണൻ. ദേഷ്യം കൊണ്ട് സ്വയം നിയന്ത്രിക്കാനാകാഞ്ഞ പ്രതികരിക്കാൻ തയ്യാറെടുത്ത ലക്ഷ്മണനെ ശ്രീരാമൻ ശാന്തനാക്കുന്ന ഭാഗമാണ് അടുത്തത്, ലക്ഷ്മണോപദേശം. വത്സ, സൗമിത്രേ, കുമാര, നീ കേൾക്കണം എന്ന് തുടങ്ങുന്ന ഈ ഭാഗം വളരെ ഭംഗിയായി നമ്മുടെ ചുറ്റുപാടുമായി ബന്ധിപ്പിച്ച് എഴുത്തച്ഛൻ വിവരിക്കുന്നുണ്ട്. ഈ ഭാഗം യഥാർത്ഥത്തിൽ ഇന്നത്തെ തലമുറയുടെ എടുത്തുചാട്ടം കാണിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു ഉപദേശം തന്നെയാണ്. ഓരോ വിദ്യാർത്ഥിയും വായിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണിത്. ക്രോധം എന്ന സർവനാശകാരിയായ വികാരത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്താം എന്ന് നമ്മെ ലക്ഷ്മണോപദേശം പഠിപ്പിച്ചു തരുന്നു. ഈ ഭാഗം ദിനവും വായിച്ച് അവനവൻ്റെ ഉള്ളിലെ എടുത്തുചാട്ടം, ദേഷ്യം എന്നിങ്ങനെയുള്ള മോശം വികാരങ്ങളെ നശിപ്പിച്ച് ജീവിത വിജയം നേടുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.